നമസ്കാരം. മഹാരാഷ്ട്രയിൽ പുതിയ മഹായുതി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ഡിസംബർ 5 നടക്കും. മുംബൈയിലെ ആസാദ് മൈതാനത്ത് വൈകിട്ട് 5 മണിക്കാണ് ചടങ്ങെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ ചന്ദ്രശേഖർ ബവൻകുലെ അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചടങ്ങിൽ പങ്കെടുക്കും. തെരഞ്ഞെടുപ്പ് ഫലം വന്ന് 6 ദിവസം കഴിഞ്ഞിട്ടും BJP MLA-മാരുടെ യോഗം വിളിക്കുകയോ നിയമസഭാ കക്ഷി നേതാവിനെ തിരഞ്ഞെടുക്കുകയോ ചെയ്തിട്ടില്ല. കാവൽ മുഖ്യമന്ത്രിയായ ഏക്നാഥ് ഷിൻഡെ സതാറ ജില്ലയിലെ ജന്മഗ്രാമത്തിലേക്ക് പോയിരിക്കുകയാണ്. പുതിയ സർക്കാർ രൂപീകരണ കാര്യത്തിൽ ഷിൻഡെയ്ക്ക് ചില വിയോജിപ്പുകളുണ്ടെന്ന അഭ്യൂഹങ്ങൾക്കിടെയാണ് ഷിൻഡെ ഗ്രാമത്തിലേക്ക് പോയത്. ഷിൻഡെയ്ക്ക് പനിയാണെന്ന് കുടുംബ ഡോക്ടർ അറിയിച്ചതായി NDTV റിപ്പോർട്ട് ചെയ്യുന്നു. അദ്ദേഹം സുഖം പ്രാപിച്ചു വരികയാണെന്നും ആന്റിബയോട്ടിക്കുകൾ നൽകിയെന്നും 4 ഡോക്ടർമാരടങ്ങിയ സംഘം നിരീക്ഷിച്ചു വരികയാണെന്നും കുടുംബ ഡോക്ടർ പത്രെ പറഞ്ഞു. അതേസമയം മഹായുതി യോഗത്തിൽ BJP-യിൽ നിന്നുള്ള നേതാവിനെ മുഖ്യമന്ത്രിയാക്കുമെന്ന് തീരുമാനിച്ചതായി അജിത് പവാർ അറിയിച്ചു. മറ്റു 2 കക്ഷികൾക്കും ഉപമുഖ്യമന്ത്രിമാർ ഉണ്ടാകും. ഇത് ആദ്യമായല്ല സർക്കാർ രൂപീകരണത്തിന് താമസമുണ്ടാകുന്നതെന്നും 1999 1 മാസമാണ് സർക്കാർ രൂപീകരിക്കാൻ എടുത്തതെന്നും പവാർ ഓർമ്മിപ്പിച്ചു. എന്നാൽ മുഖ്യമന്ത്രി പദമില്ലെങ്കിൽ ആഭ്യന്തര വകുപ്പും സ്പീക്കർ സ്ഥാനവും വേണമെന്ന ശിവസേന ഷിൻഡെ വിഭാഗത്തിന്റെ സമ്മർദ്ദ നീക്കത്തിലാണ് മഹാരാഷ്ട്രയിൽ മന്ത്രിസഭാ രൂപീകരണം വൈകുന്നതെന്നും റിപ്പോർട്ടുകളുണ്ട്. തുടർ ചർച്ചകളിൽ നിന്ന് മുഖം തിരിച്ചിരിക്കുകയാണ് ഏക്നാഥ് ഷിൻഡെ എന്നാണ് അഭ്യൂഹം. മുഖ്യമന്ത്രി പദമെന്ന ആവശ്യത്തിൽ നിന്നും പിന്നോട്ടു പോയ ഏക്നാഥ് ഷിൻഡെ ഇപ്പോൾ ഉയർത്തുന്ന ഡിമാൻഡുകളാണ് BJP-ക്ക് തലവേദനയാകുന്നത്. ആഭ്യന്തര വകുപ്പും നിയമസഭാ സ്പീക്കർ സ്ഥാനവും ലെജിസ്ലേറ്റീവ് കൗൺസിൽ ചെയർമാൻ പദവിയും വേണമെന്നാണ് ശിവസേനയുടെ ആവശ്യം. ഇല്ലെങ്കിൽ സർക്കാരിൽ പങ്കാളിയാകില്ലെന്നും പുറത്തുനിന്ന് പിന്തുണയ്ക്കാമെന്നും പറയുന്നുണ്ട്. എന്നാൽ ആഭ്യന്തരം വിട്ടുള്ള ഒത്തുതീർപ്പിന് BJP തയ്യാറല്ല. വെള്ളിയാഴ്ച നടക്കേണ്ട മഹായുതി നേതാക്കളുടെ കൂടിക്കാഴ്ച ഒഴിവാക്കി ജന്മഗ്രാമത്തിലേക്ക് മടങ്ങിയ ഷിൻഡെ സത്താറയിൽ തുടരുകയാണ്. ശനിയാഴ്ച അദ്ദേഹം മുംബൈയിൽ മടങ്ങിയെത്തുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ അദ്ദേഹം പ്രവർത്തകരുമായും നേതാക്കളുമായും കൂടിക്കാഴ്ച നടത്തുകയാണ്. മഹായുതി സർക്കാരിൽ ആഭ്യന്തര വകുപ്പ് വേണമെന്ന ആവശ്യവുമായി ശിവസേന നേതാവ് സഞ്ജയ് സിർസാദ് രംഗത്തെത്തിയിരുന്നു. ആഭ്യന്തരം ഉപമുഖ്യമന്ത്രിമാർക്കെന്നതാണ് കീഴ്വഴക്കം. മുഖ്യമന്ത്രി തന്നെ സുപ്രധാന വകുപ്പ് കൈവശം വെക്കുന്നത് ശരിയല്ല. മുഖ്യമന്ത്രി സ്ഥാനത്തിനായുള്ള BJP-യുടെ അവകാശവാദമല്ല ഷിൻഡെയുടെ അസംതൃപ്തിക്ക് കാരണമെന്നും സിർസാത്ത് കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ മന്ത്രിസഭയിൽ ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസിനായിരുന്നു ആഭ്യന്തരം കൈകാര്യം ചെയ്തത്. പുതിയ സർക്കാരിലും വകുപ്പ് വിട്ടുകൊടുക്കാൻ BJP തയ്യാറല്ലെന്നാണ് സൂചന. മറ്റൊരു പ്രധാനപ്പെട്ട വകുപ്പായ ധനകാര്യത്തിനു വേണ്ടി അജിത് പവാറും അവകാശവാദം ഉന്നയിച്ചെന്നും വിവരമുണ്ട്. മഹാരാഷ്ട്രയെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട വകുപ്പായ നഗരവികസനവും തങ്ങൾക്ക് വേണമെന്നാണ് ഷിൻഡെയുടെ ആവശ്യം. എന്നാൽ ബ്രാഹ്മണ വിഭാഗത്തിൽപ്പെട്ട ദേവേന്ദ്ര ഫട്നാവിസിന് പകരം മറാഠ വിഭാഗത്തിലെ ഒരാൾ മുഖ്യമന്ത്രി പദവിയിലേക്ക് വരണമെന്ന ആവശ്യവും ഷിൻഡെ BJP-ക്ക് മുന്നിൽ വെച്ചിട്ടുണ്ട്. പുനെ MP-യായ മുരളീധർ മഹോളിന്റെ പേരാണ് ഇങ്ങനെ ഉയർന്നു വരുന്നത്. കേന്ദ്ര ക്യാബിനറ്റ് പദവിയല്ല മഹാരാഷ്ട്രയിൽ പ്രധാനപ്പെട്ട സ്ഥാനമാണ് വേണ്ടതെന്ന നിലപാടിലാണ് ഷിൻഡെ പക്ഷം. ഉപമുഖ്യമന്ത്രി പദം സ്വീകരിക്കുമോ എന്നും വ്യക്തമല്ല. ഡൽഹി ചർച്ചകൾക്ക് ശേഷം തന്റെ ജന്മനാടായ സത്താറയിലേക്ക് പോയ ഷിൻഡെ 2 ദിവസമായി ചർച്ചകളുടെ ഭാഗമായിട്ടില്ല. തിങ്കളാഴ്ച BJP-യുടെ കേന്ദ്ര നിരീക്ഷകൻ എത്തിയ ശേഷമേ ചർച്ചകൾ പുനരാരംഭിക്കാൻ സാധ്യതയുമുള്ളൂ. 80% സീറ്റ് നേടി വിജയിച്ച് ഒരാഴ്ചയായിട്ടും മുന്നണിക്ക് സർക്കാർ രൂപീകരണത്തിൽ ധാരണയിലെത്താൻ കഴിയാത്തത് എന്തുകൊണ്ട് എന്ന ചോദ്യമുയർത്തി പ്രതിപക്ഷ കക്ഷികൾ രംഗത്തു വന്നു. സർക്കാർ വൈകുന്നതിൽ വിമർശനവുമായി ശിവസേന, ഉദ്ധവ് താക്കറെ പക്ഷവും രംഗത്തെത്തിയിരുന്നു. മഹായുതിയിലെ അഭിപ്രായ അനൈക്യത്തെ തുടർന്നാണ് ഷിൻഡെ വിട്ടുനിൽക്കുന്നതെന്ന് സഞ്ജയ് റാവുത്തും ആരോപിച്ചിരുന്നു.